ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് നീലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാൻവ എന്ന ഓൺലൈൻ ഗ്രാഫിക് ഡിസൈൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു വൈറ്റ് ബോർഡ് അനിമേഷൻ എങ്ങനെ പ്രൊഫഷണൽ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നതാണ്. ഓക്കെ, ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ സ്കൂൾ ആവശ്യങ്ങൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ക്യാൻവയുടെ യൂസർ ഇൻ്റർഫേസ്. നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാൻവയിൽ ലോഗിൻ ചെയ്യാം. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വൈറ്റ് ബോർഡ് അനിമേഷനാണ്. ഒരു വൈറ്റ് ബോർഡ് അനിമേഷൻ എങ്ങനെ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ റൈറ്റ് സൈഡിലുള്ള ക്രിയേറ്റ് ഡിസൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഞാനിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റം സൈസ് ആയിട്ടുള്ള ഒരു ആർട്ട് ബോർഡാണ്. അപ്പോൾ ഞാൻ കസ്റ്റം സൈസ് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ 1920 ടൈപ്പ് ചെയ്തു. അതുപോലെ തന്നെ 1080 പിക്സൽസ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ക്രിയേറ്റ് എ ന്യൂ ഡിസൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ആർട്ട് ബോർഡ് കിട്ടി. 1920 × 1080 പിക്സലുള്ള വിഡ്ത്ത് ആൻഡ് ഹൈറ്റുള്ളൊരു ആർട്ട് ബോർഡ് നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഡിസൈൻ്റെ നമ്മുടെ ഫയൽ നെയിമിൻ്റെ പേര് കൊടുക്കാം. നമുക്കിവിടെ സ്കെച്ച് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയൽ നെയിം നമ്മൾ സ്കെച്ച് എന്ന് കൊടുത്തു. ഇനി നമ്മുടെ സ്കെച്ച് എന്ന ആർട്ട് ബോർഡിലേക്ക് നമുക്കൊരു ഇമേജസ് നമുക്ക് അപ്ലോഡ് ചെയ്യണം. അത് ഞാൻ അപ്ലോഡ്സ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തു. ഒരു PNG ഫയൽ ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ അപ്ലോഡ് ചെയ്ത PNG ഫയൽ ഞാൻ ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് കൊടുത്തു. ജസ്റ്റ് ഇൻക്രീസ് ചെയ്തതിൻ്റെ സൈസ് നമുക്കിവിടെ പൊസിഷനിൽ പോവാം. നമുക്കതിൻ്റെ മിഡിലാക്കാം. ഓക്കെ, ഇനി ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, നെക്സ്റ്റ് ഞാനിവിടെ ടെക്സ്റ്റ് ടൂൾ എടുത്തു. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഒരു ആഡ് ഹെഡിങ് ഇവിടെ കൊടുത്തു. ആഡ് ഹെഡിങ് ഞാനിവിടെ APPLA ആപ്പിൾ എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ വലുതാക്കാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് പ്ലസ് മൈനസ് സിമ്പൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് വലുതാക്കാം. 125 സൈസ് ആക്കാം. ഞാൻ ഇങ്ങോട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചു. ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഓക്കെ, ഞാൻ സെയിം ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഓൾട്ട് പ്രസ് ചെയ്ത് കോപ്പി ചെയ്ത് ഞാൻ A മാത്രം എനിക്ക് മതി, ആപ്പിൾ വേണ്ട. ഞാൻ ഇത് ഡിലീറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഞാനിവിടെ ഒരു ബോഡി ടെക്സ്റ്റ് ഇങ്ങോട്ട് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനൊരു ടെക്സ്റ്റ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു. ഇവിടെ നമുക്കത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനത് കറക്റ്റായിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. ആപ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജിൽ നമ്മൾ ആപ്പിളിൻ്റെ ഒരു ഇമേജ് വെച്ചു. എന്നൊരു നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ സൈസ് കൂട്ടാം. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഇവിടെ ടെക്സ്റ്റിൻ്റെ ഇഫക്ട്സിലൊക്കെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്റ്റൈൽസൊക്കെ നമുക്ക് നൺ കൊടുക്കാം. അതുപോലെ തന്നെ ഷാഡോ കൊടുക്കാം. ഹോൾ ഇഫക്ട്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് സോളിഡ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേജിൽ നമ്മളൊരു ആപ്പിൾ വെച്ചു. എന്നൊരു ആൽഫബറ്റ് ക്രിയേറ്റ് ചെയ്തു. ആപ്പിൾ നിന്ന് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് എന്ത് വേണം? നെക്സ്റ്റ് ഞാൻ ഈ സെയിം ഈ ഒരു പേജ് നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഈ സെയിം പേജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാനിവിടെ എക്ക് പകരം ഞാൻ എടുക്കുമ്പോൾ AB ആണ്. അപ്പോൾ നമുക്ക് B ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഞാനിവിടെ ഈ ആപ്പിളിന് പകരം ഞാനിവിടെ ബോൾന്ന് ക്രിയേറ്റ് ചെയ്തു. BAL ബോൾ. ഓക്കെ, ഇനി നമുക്ക് ബോളിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ കൊടുക്കാം. Ctrl+C. നമുക്കിവിടെ ബോൾ ഈ ഒരു ബോഡി ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ആ ഡിസ്ക്രിപ്ഷൻ ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇമേജ് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഞാൻ ഇമേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്ലോഡ്സ് വരാം. നമുക്കിവിടെ അപ്ലോഡ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ബോൾ സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ബോളിൻ്റെ PNG ഇമേജ് ഇവിടെ വന്നിട്ട് ഇത് ബ്ലാക്ക് ആയതുകൊണ്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റാത്തത്. നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് കൊടുത്തു. ജസ്റ്റ് ഇതിൻ്റെ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പൊസിഷനിൽ പോവാം. ജസ്റ്റ് ഇതിൻ്റെ മിഡിൽ, ഓൾറെഡി ഇത് മിഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നമുക്ക് ഈ ഒരു പേജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം.
അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് പേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം 3 പേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ആപ്പിൾ, ബോൾ. നെക്സ്റ്റ് ഞാൻ ഇവിടെ ഒരു സി കൊടുത്തു. ഇവിടെ നമുക്ക് സി ഞാൻ ടൈപ്പ് ചെയ്തു. ക്യാറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. CAT ക്യാറ്റ് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഞാനിവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ കൊടുക്കാം. ഒരു ക്യാറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. സി നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. Ctrl+V. ഓക്കെ, ഇനി നമുക്ക് ഇമേജ് റിമൂവ് ചെയ്ത് കളയാം. നമുക്കിവിടെ വീണ്ടും അപ്ലോഡ്സിൽ വരാം. നമുക്കിവിടെ ക്യാറ്റിൻ്റെ ഇമേജ് സെലക്ട് ചെയ്യാം, ഓപ്പൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്യാറ്റിൻ്റെ ഇമേജ് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സൈസ് ഒന്ന് വലുതാക്കുക. നമുക്കിവിടെ പൊസിഷനിൽ പോവാം. ഓൾറെഡി ഇത് മിഡിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പേജ് ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റിൽ നമ്മൾ ആപ്പിൾ എന്ന പേജ് ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡിൽ ബോൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ തന്നെ മൂന്നാമത്തിൽ നമ്മൾ ക്യാറ്റ് സി എന്ന ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, കാരണം നമ്മൾ വൈറ്റ് ബോർഡ് അനിമേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് തന്നെ മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. നമുക്ക് JPEG ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഡൗൺലോഡ് ബട്ടൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിവിടെ PNG ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓൾ പേജസ് 3 പേജസ് എനിക്ക് വേണം. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഡൗൺലോഡ്സിൽ വരാം. 3 നമ്മുടെ ഫോൾഡർ ഫയലിൽ വന്നിട്ടുണ്ട്. 1 2 3 ഫയൽ നമുക്കുള്ളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് വേണം, ഇനി ഞാനത് വീണ്ടും ഞാൻ നമ്മുടെ ക്യാൻവയിലേക്ക് വന്നു. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ഇനി എന്ത് വേണം, ഇനി ഞാനൊരു വീഡിയോ എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഈ 1920 x 1080 വീഡിയോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനിയാണ് നമുക്ക് വൈറ്റ് ബോർഡിൻ്റെ അനിമേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ആപ്സ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഇവിടെ വരും. ഇവിടെ ആപ്സ് ഉണ്ട്. നമുക്ക് ആപ്സ് എന്ന ഈ ഒരു മെനുവിലേക്ക് വരാം. ഓക്കെ, ഇതിൽ യുവർ ആപ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്പീഡ് പെയിൻറ്റർ ഉണ്ട്. ഈ സ്പീഡ് പെയിൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി ഫസ്റ്റ് ഫയൽ ചൂസ് ഫയൽ കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ കൊടുത്ത ഫയൽ ഇതാണ്. ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്യുക, ആപ്പിളിൻ്റെ ഫയൽ സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി സ്കെച്ചിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് എത്ര വേണം നമുക്ക് നോക്കാം. ഇതിൽ നമുക്കിവിടെ ഡ്യൂറേഷൻ നമുക്കൊരു 5 സെക്കൻഡ് ഇടാം. സ്കെച്ച് ഡ്യൂറേഷൻ. അപ്പോൾ തന്നെ കളർ ഫിൽ ഡ്യൂറേഷൻ നമുക്കൊരു 5 സെക്കൻഡ് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ആഡ് സ്കെച്ചിങ് ഹാൻഡ് ഇഫക്റ്റ് കൊടുക്കാം. ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആണ്. ഓക്കെ, AI ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കാം. സ്പീഡ് പെയിൻറ്റർ. ഓക്കെ, നോ ഓപ്ഷൻ. നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്കെച്ച് ഡ്യൂറേഷൻ 5 സെക്കൻഡ് ആക്കി. കളർ ഫിൽ ഡ്യൂറേഷൻ നമുക്ക് 5 സെക്കൻഡ് ആക്കി. ഓക്കെ, ഇനി നമുക്ക് ആഡ് സ്കെച്ചിങ്ങിൻ്റെ ഹാൻഡ് ഇഫക്റ്റ് കൊടുത്തു. നമുക്കൊരു കൈ കൊണ്ട് വരയ്ക്കുന്ന ഒരു ഹാൻഡ് ഇഫക്റ്റ് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ജനറേറ്റ് ചെയ്യുക. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്പീഡ് പെയിൻറ്ററിൻ്റെ അനിമേഷൻ നമ്മുടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് വേണം, ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് സെറ്റ് എസ് വീഡിയോ ബാക്ക്ഗ്രൗണ്ട്, സെറ്റ് വീഡിയോസ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫുൾ സ്ക്രീനിൽ നമുക്കിത് വരും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഞാനിവിടെ അത് പ്ലേ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കൊരു വൈറ്റ് ബോർഡ് അനിമേഷൻ, നമ്മളെ ഹാൻഡ് റിട്ടണുള്ള അനിമേഷൻ നമുക്കിവിടെ കിട്ടി. ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് വേണം, ഗോ ടു ബാക്ക്. നമുക്ക് വീണ്ടും നമ്മുടെ ആപ്സിൽ വരാം. സ്പീഡ് പെയിൻറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ചൂസ് ഫയൽ സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യാം. ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നേരത്തെ സെയിം തന്നെ സ്കെച്ച് ഡ്യൂറേഷൻ 3 സെക്കൻഡ്സ്. കളർ ഫിൽ ഡ്യൂറേഷൻ നമുക്കൊരു 5 സെക്കൻഡ് കൊടുക്കാം. സ്കെച്ചിങ്ങിൻ്റെ ഇഫക്റ്റ് കൊടുക്കുക. നമുക്കത് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ സൈസ് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് സെറ്റ് എസ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു സെൻട്രൽ പൊസിഷനിൽ ഞാനിവിടെ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് വേണം, നെക്സ്റ്റ് ഞാൻ നമ്മുടെ അടുത്ത ഫയൽ സെലക്ട് ചെയ്യുക. ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. മൂന്നാമത്തെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. ഇനി ഞാൻ ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാൻ മൂന്നാമത്തെ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്ത് ക്യാറ്റിൻ്റെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ സ്കെച്ച് ഡ്യൂറേഷൻ 3 സെക്കൻഡ്സ്. കളർ ഫിൽ ഡ്യൂറേഷൻ ഞാനിവിടെ 5 സെക്കൻഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. ജനറേറ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ നമ്മുടെ അനിമേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. നമുക്കിവിടെ പൊസിഷനിൽ പോയിട്ട് നമുക്കിവിടെ മിഡിൽ സെൻറ്ററായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി എന്ത് വേണമെന്ന് നമുക്ക് നമ്മുടെ പ്ലേ ചെയ്യാം. നമ്മുടെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വൈറ്റ് ബോർഡ് അനിമേഷൻ പ്ലേ ചെയ്യാം. ഫസ്റ്റ് ബോർഡ് സെലക്ട് ചെയ്ത് നമുക്കിവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആപ്പിളിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള സ്കെച്ചസ് ഒരു ഹാൻഡ് റിട്ടൺ പോലെ അല്ലെങ്കിൽ ഹാൻഡ് ഡ്രോയിങ് പോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബോളിൻ്റെ ഒരു ഹാൻഡ് റിട്ടൺ. മൂന്നാമത് നമ്മുടെ ക്യാറ്റിൻ്റെ. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെ നിങ്ങളുടെ മനോഹരമായിട്ടുള്ള വൈറ്റ് ബോർഡ് അനിമേഷൻസ് ലൈക്ക് ഒരു ചാർട്ട് അനിമേഷനോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു പ്രസൻറ്റേഷൻ അനിമേഷനോ ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു വൈറ്റ് ബോർഡ് അനിമേഷനായിട്ട് നിങ്ങൾക്ക് ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് വേണം, നമുക്കത് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കത് ഡൗൺലോഡ് ബട്ടൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണം നമ്മുടെ MP4 വീഡിയോ ആയിട്ട് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ക്യാൻവ എന്ന ഓൺലൈൻ ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ഒരു വൈറ്റ് ബോർഡ് അനിമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ബൈ.